ഹലോ, വെൽക്കം ടു സിലി സ്റ്റോക്സ്. സോ ഞാൻ ഇന്ന് കുറച്ചൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. മാസാവസാനമൊക്കെ കഴിഞ്ഞുകൊണ്ട് സാലറി ഒക്കെ കിട്ടി കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഒരുമിച്ച് പൊട്ടിക്കാന്ന് കരുതി. കുറച്ചധികം സാധനങ്ങളുണ്ട്, എൻ്റെ തീർന്നുപോയ സാധനങ്ങളൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാനാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ എൻ്റെ അടുത്ത് മിന്ത്രന്ന് നയിക്കാനാണ് കൂടുതലും എൻ്റെ സാധനങ്ങളെല്ലാം. സോ നമുക്ക് ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് നോക്കാം. സാധനങ്ങളെല്ലാം തീർന്നിരിക്കണോണ്ട് എല്ലാം മേടിക്കേണ്ട അവസ്ഥയായിരുന്നു. സോ ഇതിൻ്റെ ആദ്യം ഞാൻ ആമസോണിൽ നിന്നൊരു സാധനം തന്നെ പൊട്ടിക്കാം. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം എന്തെങ്കിലും റിട്ടേൺ ഒക്കെ അയക്കണമെന്ന്. എല്ലാം നോക്കിയില്ല, ബട്ട് ചിലത് നോക്കി. ഇത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഉള്ളൊരു സാധനമായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സ്കിൻ കെയറിനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. നമുക്ക് ഇതാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കാൻ കുറച്ചും കൂടെ ഈസിയാണ് ഈ സാധനം. നമുക്ക് മറ്റേ ബാൻഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇതുണ്ടോ, കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ആണ്, കാണാനും കുറച്ചും കൂടെ മുഞ്ചുണ്ട്. സോ ഇതിനെ ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്ത് വെച്ച് നമുക്ക് നമ്മുടെ സ്കിൻ കെയറും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇത് എനിക്കൊന്നൊരു 200 സംതിങ് ആയിരുന്നു ഇത് വന്നത്. പിന്നെ ബാക്കി ഷിപ്പിംഗ് എല്ലാം കൂടെ 300 സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്, ഹെയറിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ യെസ് പർച്ചേസ്. ഒന്ന് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ അടുത്ത നൈക്ക ബോക്സ്, എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ഫുൾ നൈക്ക എന്നാണ്. വലിയൊരു സെറ്റ് വേറെ ഉണ്ട്. ഇതല്ലാണ്ട് ഞാൻ നൈക്കന്ന് ഇതാക്കിയ കുറച്ച് സാധനങ്ങളാണ്. ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയാൽ അറിയാം, ഇത് സ്ട്രീറ്റ്സിൻ്റെ ആണ്. സ്ട്രീറ്റ്സിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഇത് വരുന്നത്. സോ ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഡെയിലി ബേസിസിലാണെങ്കിലും ഈ സ്ട്രെയിറ്റ് ചെയ്യുകയും സ്മൂത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഹീറ്റിനോട് ഭയങ്കര ഹെയർ എക്സ്പോഷർ ആവുന്നതുകൊണ്ട് ഫുള്ളി അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളത് നല്ലതാണ്. സ്ട്രിക്സിൻ്റെ അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു സ്പ്രേ സംഭവമാണ്, ബട്ട് ഇറ്റ്സ് നൈസ്. സ്പ്രേ ഫോർ ഹെയർ ആണ്. ഹീറ്റ് പ്രൊട്ടക്ഷൻ്റെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തനാക്കി കിട്ടാനും ഈസിയാണ് ഈ സാധനം. 99 ആണ് വരുന്നത്. എല്ലാത്തിനും ഓഫർ വിത്ത് ഓഫർ ഞാൻ മേടിച്ച സാധനങ്ങളാണ്. ആൻഡ് അടുത്ത സംഭവം കാണിച്ചു തരാം. അടുത്ത വന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിട്ടോ. ഇത് മാഴ്സിന്റെ നോ ഫിൽറ്റർ 03 എന്ന് പറഞ്ഞൊരു ലിപ് ഷെയ്ഡാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ചെറുതായിട്ട് ഇപ്പൊ ഇട്ടിട്ടുണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഭയങ്കര മെറൂൺ റെഡ് അല്ല, ഇച്ചിരി ഒരു ബ്രൈറ്റ് റെഡും അല്ല, ബട്ട് ഒരു ചെറിയ റെഡ് ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് ടൈപ്പാണ്, ബട്ട് ഭയങ്കര നല്ലതാണ്. സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 240 ആ സംതിങ് റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ആ റേഞ്ചിന് മാഴ്സിന്റെ ലിപ്സ്റ്റിക്സുകൾ ഭയങ്കര ഇതാണ്. ഇത് ക്രൗണിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ മേടിച്ചത്. സോ ഇതും നല്ലൊരു പർച്ചേസ് ആണ്. ഇതും കീപ്പ് ചെയ്യാം. പിന്നെ അടുത്തത് എൻ്റെ ഒരു D10 ഫേസ് മാസ്ക് ആണ്. ഷീറ്റ് മാസ്ക് ആണ് ആക്ച്വലി. ഇത് O3+ ആണ് ഞാൻ മേടിച്ചത്. ഇത് ഒരു 155 സംതിങ് ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഈ സ്റ്റാൻ ഒക്കെ അടിച്ച് ഇതിപ്പോ ലൈറ്റ് ഒക്കെ കൊണ്ട് എങ്ങനെ ഇരിക്കണം, നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യാൻ നമുക്ക് ഒരു 1 വീക്കിൽ കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ 1 വീക്ക് വെച്ചിട്ട് നമുക്ക് ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യാം. D10 എപ്പോഴും യൂസ് ചെയ്യണ്ട. ഞാനിതിപ്പം D10 നല്ലോണം ഉള്ളതുകൊണ്ടാണ് ഈ സംഭവം. ഇത് ഹൈഡ്രേറ്റ് ചെയ്യാൻ, സൂത്തൻ ചെയ്യാൻ നമ്മുടെ സ്കിന്നിനെ, പിന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ഇത് യൂസ്ഫുൾ ആണ്. സോ ഇതാണ് O3യുടെ മാസ്ക്, ഷീറ്റ് മാസ്ക്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയാം, ബട്ട് ഞാൻ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇതൊരു ബെറ്റർ പർച്ചേസ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് ഇതിലുള്ളത്. പിന്നെ അടുത്തത് മിന്ത്രയെന്ന്. സോ അടുത്ത പർച്ചേസും അതേപോലെ തന്നെ 2 ലിപ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഈ 2 ലിപ് ഷെയ്ഡ്സ് ഇതിപ്പോൾ 2 ഉണ്ട്. ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ് ഷെയ്ഡാണ്. മെബിലിൻ്റെ MEDC 11 ആണ് ഇത് വരുന്നത്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, അതാണ് ഇത് രണ്ടും വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ആദ്യം ഫേഷ്യൽ റൈസർ ആണ്. ഞാൻ ഫേഷ്യൽ റൈസർ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഹെയർസ് അങ്ങനെ കളയാറില്ല, ബട്ട് ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. കാർലിസിയുടെ ഫേഷ്യൽ റൈസേഴ്സ് ആണ്. സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എന്താണെങ്കിലും പറയാം. ഇത് നല്ല കുറേ റിവ്യൂസ് കണ്ട് ഞാൻ മേടിച്ച സാധനമാണ് ഫേഷ്യൽ റൈസേഴ്സ്. സോ ഇതാണ് ഒരെണ്ണം വരുന്നത്. ഇത് ഏകദേശം 80 ആ റേഞ്ചിലേ ഉള്ളൂ. പാക്ക് ഓഫ് 3 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ അത് കഴിഞ്ഞ്
പിന്നെ ഞാൻ ഫേഷ്യൽ റേസർ മേടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ബേസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു അലോയിവേര ജെല്ല് മേടിച്ചിട്ടുണ്ട്. ഹിമാലയയുടെ ആണ് വരുന്നത്. ഹിമാലയയുടെ തന്നെ അലോയിവേര ജെല്ലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. നല്ലൊരു കൺസിസ്റ്റൻസി. ഇതിലും അധികം റേഞ്ച് വരുന്നില്ല. ഏകദേശം 90 ആ റേഞ്ച് ഉള്ളത്. അതായത് നമ്മളൊന്ന് ഫേസിനൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കണം. ഫേഷ്യൽ റേസേഴ്സ് ഭയങ്കര കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഒന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഇത് ആദ്യം ഒന്ന് ഇട്ട് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഫേഷ്യൽ റേസ് ചെയ്യാറുള്ളത്. സോ അതിന് വേണ്ടിയിട്ടുള്ള 2 സാധനങ്ങളാണിത്. സോ ഇത് രണ്ടും ഫേഷ്യൽ റേസറിന് വേണ്ടിയിട്ടുള്ള റേസിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലമ്മിൻ്റെ സെറം. ഈ സാധനം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. സോ ഇത് തീർന്നായിരുന്നു. സോ ഞാനിത് പ്ലമ്മിൻ്റെ മാൻഡ്രിൻ ആൻഡ് വിറ്റാമിൻ സി 50% സെറം, ഗ്ലോ ബൂസ്റ്റ് സെറമാണ്. ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തു. ആൻഡ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണാൻ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടോണർ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. ഈ പ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഞാൻ എൻ്റെ പവർ ബൂസ്റ്റ് സെറം, അതായത് ഈ സെയിം സാധനത്തിൻ്റെ ടോണറാണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും മേടിക്കുന്നത് നിയാസിനമൈഡിൻ്റെ ടോണറാണ്. ഈ പ്രാവശ്യം റൈസ് വാട്ടർ ടോണർ, ഈ പ്രാവശ്യം അത് മാറ്റിയിട്ട് ഈ സെയിം ഗ്ലോ ബൂസ്റ്റിൻ്റെ തന്നെ ടോണറാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലതായിരിക്കും. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ള സാധനമാണ്. ഇത് 550 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇത് 425 പ്ലമ്മിൻ്റെ സാധനം. ഇത് രണ്ടും പ്ലമ്മാണ്. സോ ഇത് രണ്ടും ഞാൻ മേടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു സംഭവം എനിക്ക് ഫ്രീ കിട്ടി. പ്ലമ്മിൻ്റെ ചെറിയൊരു ബോഡി ലോഷൻ. കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പർച്ചേസ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. ഇത് തീർന്നു. എൻ്റെ ഫേവറേറ്റ്സ്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫേസ് വാഷാണ് റീഫ്രഷിങ്. ഏറ്റവും ജെന്റിൽ ടു സ്കിൻ ആയിട്ടുള്ള സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. ഇത് ഞാൻ എത്രാമത്തെയോ ആണ് ഇത് ഈ പാക്ക് ഞാൻ മേടിക്കുന്നത്. 399 ആണ്. ബട്ട് ഇത് ഓഫർ ഉണ്ടായിരുന്നു. 340 സംതിങ് എന്തിനാണ് ഞാൻ മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് ഒരു ലിപ് ലൈനറാണ്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സെയിം ലിപ് ലൈനറാണ്. അത് തീർന്നു. സോ ഞാനത് റീസ്റ്റോക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഇതിന് റിവ്യൂ പറയാനില്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതാണ്. ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ താഴത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഐബ്രോ ഡിഫൈനറാണ്. അത് എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു. വേണ്ടോ ഈ ഒരു സാധനം നമുക്ക് ഐബ്രോസ് ഒക്കെ നല്ല ഡിഫൈൻ ചെയ്യാനും ഈ ഒരു ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കാനും. ഇതും എൻ്റെ തീർന്നു. ഞാൻ പ്ലമ്മിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് ഇൻസൈറ്റിൻ്റെയാണ് ഞാൻ ലിപ് ലൈനറും ഈ ഐബ്രോ ഡിഫൈനറും മേടിച്ചത്. ഒരു ലിപ് ലൈനറും കൂടെ മേടിച്ചു. സെയിം ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. ഒരു ബേണിംഗ് റൂബി എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡ് എനിക്ക് അത്യാവശ്യം ഫേവറേറ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. സോ ഇതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് ലിപ് ക്രയോൺ പോലത്തെ ഒരു സാധനമാണ് ഇത്. ഫൈനലി എനിക്കിഷ്ടമുള്ളൊരു ലിപ് ഷെയ്ഡ് ഞാൻ മേടിച്ചു. ബെറ്റർ ആണോ എന്നറിയില്ല, ട്രൈ ഔട്ടാണ്. ഇല്ല, ബെറ്റർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതിനും ഇത് റിവ്യൂസ് കണ്ടല്ല, ജസ്റ്റ് ഞാൻ മേടിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ മേടിച്ചതാണ്. നോക്കട്ടെ. ഇതാണ് ഷെയ്ഡ്. ചെറുതായിട്ട് 3G ആയോന്ന് വെച്ചാൽ ചെറുതായിട്ട് 3G ആയെന്ന് തോന്നുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ബെറ്ററാണ്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അത്യാവശ്യം ബെറ്റർ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലതാണ്. ഒരു കുറച്ച് പിങ്കി ടോണുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ബെറ്റർ ടോൺ. നല്ലതാണ്. സോ ഇത്രയാണ് എൻ്റെ പർച്ചേസ്. കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സാധനം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. കുറച്ച് പുതിയ സാധനങ്ങളുണ്ട്. സോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിങ്ക്സ് ഫോളോ ചെയ്യുക. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക ലിങ്ക്സ് വേണ്ടവർ. അല്ലാണ്ട് അങ്ങനെ DM ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ ടിൽ ദെൻ താങ്ക് യു. ബൈ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലവ് യു.